മിശിഹായെ പറ്റിയുള്ള ചോദ്യത്തിന് അവൻ ദാവീദിന്റെ പുത്രൻ എന്നായിരുന്നു ഫരിസേയരുടെ മറുപടി. കർത്താവിനെ അവരുടെ പാരമ്പര്യങ്ങളുടെ ചെറിയ ക്യാൻവാസിൽ ഒതുക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ, ഇന്നും അതിൻ്റെ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ, ഈ പിറവിയുടെ ഒരുക്കനാളിൽ നമ്മോട് ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്: മിശിഹ നിനക്ക് ആരാണ്? കൂടെ വസിക്കുന്ന ഇമ്മാനുവലാണവനെന്ന വെളിച്ചമുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. ഈശോയെ നമ്മുടെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും കുഞ്ഞു തീപ്പെട്ടിക്കൂടിൽ അടയ്ക്കാതിരിക്കാം. അവൻ ദൈവവും മനുഷ്യനുമാണ്. അവൻ പുൽക്കൂടിൻ്റെ മാത്രമല്ല, പറുദീസായുടെയും അവകാശമാണ്. അവൻ വെറുമൊരു ശിശുവല്ല, മറിച്ച് പിതാവിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന രാജാവാണ്. നമ്മൾ സ്വന്തമാക്കുവാൻ ഒരുങ്ങുന്ന കാലിത്തൊഴുത്തിലെ ഈ പുണ്യം കാൽവരിയിലെ കുരിശിനും അവകാശപ്പെട്ടവനാണ്. ഇങ്ങനെ അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ആഘോഷിക്കപ്പെടുന്ന ഈ നാളുകളിൽ അവനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയാം. ഒരു പാപാവസ്ഥയെ മറികടക്കുവാനും, ഒരു വിരോധം മാപ്പാക്കാൻ മുന്നോട്ടിറങ്ങുവാനും, ഒരു പുണ്യപ്രവൃത്തിക്ക് തുടക്കം വയ്ക്കുവാനും പ്രാർത്ഥനയിൽ ഉണ്ണീശോയ്ക്കൊപ്പം കൂടി ചേരുവാൻ ഇടയാകട്ടെ.